ഹോം മെയ്ഡ് അലോവേര ജെൽ ഉണ്ടാക്കാൻ നമുക്കിന്ന് പഠിച്ചാലോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം മതി നമുക്ക് ഉണ്ടാക്കാൻ. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് അലോവേര ജെൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം അരിഞ്ഞ് നമ്മൾ അതിൻ്റെ മഞ്ഞക്കറ കഴുകി കളയുക. അതിനുശേഷം അത് ചെറുതായി കഷ്ണങ്ങളാക്കി അതിന് പൾപ്പ് മാത്രം ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ അരിഞ്ഞ് പൾപ്പ് മാത്രം എടുത്ത് പതുക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് വെച്ച് ജെല്ല് മാറ്റി വെച്ച് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തെടുത്ത് അതും അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നന്നായി അരച്ചെടുത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞ് അത് വീണ്ടും നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ നമുക്കതിൽ വെള്ള കളറിൽ സ്റ്റാർച്ച്, ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമുക്ക് കിട്ടും. ആ സ്റ്റാർച്ചാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ആ ഇതിൽ കറക്റ്റായിട്ട് അരിഞ്ഞിട്ടില്ല, മിക്സി ചെറിയ കംപ്ലൈൻ്റ് ഉള്ള കാരണം ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഒരു പാത്രത്തിൽ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളയ്ക്കണോട് കൂടി നമ്മൾ മിക്സ് ചെയ്ത് തുടങ്ങാം. അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കറ്റാർവാഴ ജെല്ല് മിക്സ് ചെയ്ത് ഒന്ന് ഇതായി വരുമ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കറ്റാർവാഴ ഒന്ന് കട്ടിയാവുന്നത് വരെ, ഒരു ഇത്തിരി കട്ടിയാവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ മറ്റേ വൈറ്റമിൻ ഇവിയോൺ ഗുളിക ഉണ്ടല്ലോ, നമ്മുടെ ഇവിയോൺ ഗുളിക ഉണ്ടെങ്കിൽ മാത്രം അത് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഈ വൈറ്റമിൻ ഇവിയോൺ ഗുളിക ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുറുകി വരുന്ന വരെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് തണുക്കാൻ വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് അത് ചൂടാറാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കതൊരു ജെല്ല് പരുവത്തിലായി കിട്ടും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കൈമേ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് നല്ലോണം അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ഇത് തേച്ച കൈയും മറ്റു ഭാഗങ്ങളും നമ്മളുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ജെല്ല്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.